Hello everyone, welcome to my channel Incredible English. In the last video we have discussed past continuous tense. So today we are moving on with past perfect tense. Tense forms inde ella detailsum detail ആയി തന്നെ നമ്മൾ നോക്കി പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് past perfect tense എന്താണെന്നും അതിന്റെ മീനിങ് എന്താണ് അത് എവിടെയാണ് യൂസ് ചെയ്യണത് എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് നോക്കാം. Before that എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ if you find it useful please like, comment and subscribe. Okay, so first of all, let's see what does it mean? Past perfect tense ന്റെ meaning എന്താണ്? Past perfect tense എന്ന് പറയുമ്പോൾ earlier past or past of past. അതിന്റെ meaning ഏതാണ്? Earlier past അല്ലെങ്കിൽ past of past. Past ന്റെ past. എങ്ങനെ നമുക്ക് അതിനെ എടുക്കാം? Okay, past ൽ complete ചെയ്ത രണ്ട് actions past ൽ completed ആയി. അതില് ആദ്യം കംപ്ലീറ്റഡ് ആയ ആക്ഷനെയാണ് നമ്മൾ ഏർലിയർ പാസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് ഓഫ് പാസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ആദ്യം കഴിഞ്ഞത്. മറ്റേതും പാസ്റ്റ് തന്നെയാണ്. രണ്ടാമത്തെ ആക്ഷനും എന്താണ്? പാസ്റ്റ് തന്നെയാണ്. ബിക്കോസ് ഇറ്റ്സ് കംപ്ലീറ്റഡ്. സോ അപ്പൊ ആദ്യം കംപ്ലീറ്റ് ചെയ്തതിനെ നമ്മൾ ഏർലിയർ പാസ്റ്റ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ പാസ്റ്റ് ഓഫ് പാസ്റ്റ് എന്ന് പറയുന്നു. ദാറ്റ് മീൻസ് അവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടി. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ യൂസ് ചെയ്യേണ്ടത് എവിടെയായിരിക്കും? ആദ്യം കംപ്ലീറ്റ് ചെയ്ത ആക്ഷന്റെ കൂടെയാണ്. ഈ ഫസ്റ്റ് കംപ്ലീറ്റഡ് എന്ന് എഴുതിയിരിക്കുന്ന എന്താണ്? ഫസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ആദ്യം കംപ്ലീറ്റ് ചെയ്ത ആക്ഷന്റെ കൂടെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത് കംപ്ലീറ്റ് ആയ ആക്ഷന്റെ കൂടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസും യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് ഒക്കറൻസ് ഇൻ ദ പാസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ആദ്യം ഒക്കർ ചെയ്ത ആക്ഷന്റെ കൂടെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത് ഒക്കർ ചെയ്തതിന്റെ കൂടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഇപ്പൊ രണ്ടാമത് ഈ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് സെക്കൻഡ് ആക്ഷൻ സ്റ്റാർട്ട് ആയത് പോലും. വെൻ വി സേ അത് കംപ്ലീറ്റഡ് ആണ്, രണ്ടും കംപ്ലീറ്റഡ് ആണ്. ബട്ട് ആദ്യത്തെ ആക്ഷൻ കംപ്ലീറ്റഡ് ആയതിനു ശേഷമാണ് രണ്ടാമത്തെ ആക്ഷൻ പാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. സോ അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്? ഇറ്റ് റെപ്രസെന്റ്സ് ആൻ ആക്ഷൻ that had been completed before another action started. ആദ്യത്തെ ആക്ഷൻ completed, അത് completed ആയി കഴിഞ്ഞ് സെക്കൻഡ് ആക്ഷൻ started. അതാണ് past perfect tense. Let's see how to make a sentence in past perfect tense. Past perfect tense make ചെയ്യാനുള്ള റൂൾ ഇതാണ്. Subject plus had plus V3. ഇവിടെ had ആണ്, അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്. Had plus V3. പ്രസന്റ് പെർഫെക്റ്റ് ആയിരുന്നപ്പോൾ ഹാഡിന്റെ പ്ലേസിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആയിരുന്നു. ഇവിടെ ഇപ്പോൾ ഹാഡ് ആണ്. V3 എന്ന് പറയുന്നത് വെർബിന്റെ തേർഡ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. ഓക്കെ, ഇനി സബ്ജക്ട് നമ്മൾ നേരത്തെ കണ്ടു. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഇന്നത്, പ്ലൂറൽ ആണെങ്കിൽ ഇങ്ങനെ. ബട്ട് ഇൻ ദ കേസ് ഓഫ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് സബ്ജക്ട് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഹാഡ് മാത്രമേ ഉള്ളൂ. It will be easy for us. It's easy for us, isn't it? Okay. So had plus V3. അപ്പൊ നമ്മള് I ആണെങ്കിലും you ആണെങ്കിലും he, she, it, they, we ഏതാണെങ്കിലും അതിന്റെ കൂടെ നമ്മൾ had plus V3 തന്നെ യൂസ് ചെയ്താൽ മതി. Now let's see one example here. I had reached the station before the train came. The most commonly discussed example related to past perfect tense. എപ്പോഴൊക്കെ നമ്മൾ past perfect tense ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ട്രെയിനും സ്റ്റേഷനും ഒക്കെ കാണും. ഓക്കെ, അപ്പം ഇതിനകത്ത് I had reached the station before the train came. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സെന്റൻസിന്റെ മീനിങ് എന്താണ്? ട്രെയിൻ വരുന്നതിന് മുൻപ് തന്നെ ഞാൻ സ്റ്റേഷനിൽ എത്തിയിരുന്നു. ട്രെയിൻ എത്തുന്നതിന് മുൻപ് ഞാൻ സ്റ്റേഷനിൽ എത്തിയിരുന്നു. സോ അവിടുത്തെ ഫസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻ ഏതാണ്? ഞാൻ സ്റ്റേഷനിൽ എത്തിയിരുന്നു എന്നുള്ളതാണ്. ട്രെയിൻ എത്തിയത് ഞാൻ ചെന്നതിന് ശേഷമാണ്. അതായത് ആദ്യത്തെ ആക്ഷൻ കംപ്ലീറ്റഡ് ആയതിനു ശേഷമാണ് രണ്ടാമത്തെ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. രണ്ടാമത്തെ ആക്ഷൻ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ട്രെയിൻ വന്നു, ട്രെയിൻ came. ഇവിടെ നമ്മളപ്പം V2 അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തു. ഇവിടെ ഫസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു? പാസ്റ്റ് പെർഫെക്റ്റും യൂസ് ചെയ്തു. had reached, had plus V3. അപ്പൊ ഫസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻ ആണല്ലോ, ആദ്യം എത്തി സ്റ്റേഷനിൽ, ഞാൻ ആദ്യം എത്തി, അതിനുശേഷമാണ് ട്രെയിൻ വന്നത്. രണ്ടും കംപ്ലീറ്റഡ് ആയതുകൊണ്ട് പാസ്റ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഓർഡർ ഓഫ് ഒക്കറൻസ് എന്താണ്? ആദ്യം ഞാൻ എത്തി എന്നുള്ളതാണ് ഫസ്റ്റ് കംപ്ലീറ്റഡ്, അതുകൊണ്ട് നമ്മൾ അവിടെ പാസ്റ്റ് പെർഫെക്റ്റും ട്രെയിൻ രണ്ടാമതാണ് എത്തിയത്, ഞാൻ എത്തിയതിനു ശേഷമാണ് എത്തിയത്. സോ അവിടെ നമ്മൾ V2 ഫോം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഫോമും യൂസ് ചെയ്തു.
എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നും അതിന്റെ ഫോർമാറ്റ് എന്താണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി സിമ്പിൾ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? സെയിം സിനാറിയോ ഇവിടെ സംഭവിക്കും. അതായത് നമ്മളൊരു സെന്റൻസ് മേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, ഈ ഒരു പൊസിഷനിൽ പാസ്റ്റ് പെർഫെക്റ്റിന് പകരം സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെ യൂസ് ചെയ്താൽ പോരെ? അപ്പൊ അവിടെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എന്താണ്? അതൊരു 2 എക്സാമ്പിൾസിലൂടെ കാണാം. ഞാൻ ഇവിടെ സെയിം കോണ്ടന്റ് ഉള്ള 2 സെന്റൻസസ് ആണ് എഴുതിയിരിക്കുന്നത്. നോക്കിക്കോളൂ. The music started when the curtains raised. അതാണ് ഫസ്റ്റ് സെന്റൻസ്. The music started when the curtains raised. ആ 2 വെർബ് ഫോമും കൊടുത്തിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ തന്നെയാണ്. Now the second sentence, the music had started when the curtains raised. The music had started when the curtains raised. അപ്പൊ ഇവിടെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റും യൂസ് ചെയ്തിട്ടുണ്ട്, സിമ്പിൾ പാസ്റ്റ് ടെൻസും യൂസ് ചെയ്തിട്ടുണ്ട്. സെന്റൻസിന്റെ മീനിങ്ങിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണ്? ആദ്യത്തെ സെന്റൻസ് എന്ന് പറയുന്നത് the music started when the curtains raised. ആ 2 ആക്ഷൻസും സീക്വൻഷ്യൽ ആയിട്ടാണ് സംഭവിക്കുന്നത്. എന്താണ്? കർട്ടൻസ് റേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മ്യൂസിക് സ്റ്റാർട്ടഡ് ആയി. അപ്പൊ കർട്ടൻസ് റേസ് ചെയ്തു, മ്യൂസിക് തുടങ്ങി. അതാണ് ഫസ്റ്റ് സെന്റൻസിന്റെ മീനിങ്. സെക്കൻഡ് സെന്റൻസ്, the music had started when the curtains raised. അവിടെ കർട്ടൻസ് റേസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ മ്യൂസിക് സ്റ്റാർട്ടായി. സൈമൾട്ടോണിയസ് ആയിട്ടല്ല, അല്ലെങ്കിൽ സീക്വൻഷ്യൽ ആയിട്ടല്ല അവിടെ സംഭവിക്കുന്നത്. ഒരു ആക്ഷൻ സംഭവിച്ചതിന് ശേഷമാണ് അടുത്തത്. അതായത് റേസ്ഡ് ആവുന്നതിന് മുൻപ് തന്നെ മ്യൂസിക് സ്റ്റാർട്ടായി. അപ്പൊ ഇവിടെ ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ് എന്നൊരു മീനിങ് കൂടി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ സീക്വൻഷ്യൽ ആയിട്ട് ഒന്ന് സംഭവിച്ചതിന് ശേഷം അടുത്തത് സംഭവിച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും. പക്ഷെ മറ്റേതിന്റെ പ്രത്യേകത എന്താണ്? ഒരു ആക്ഷൻ കംപ്ലീറ്റഡ് ആയതിനു ശേഷം അടുത്ത ആക്ഷൻ നടക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചില സിഗ്നൽ വേർഡ്സ് ഉണ്ട്. എപ്പോഴും ആപ്ലിക്കബിൾ അല്ലായിരിക്കും, എങ്കിലും ഈ ഒരു സിഗ്നൽ വേർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണോ പാസ്റ്റ് പെർഫെക്റ്റ് ആണോ പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ആ സിഗ്നൽ വേർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സിഗ്നൽ വേർഡ്സ് എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. ഈ സെന്റൻസ് തന്നെ കൺസിഡർ ചെയ്യൂ. The music had started when the curtains raised എന്നാണ് പറഞ്ഞത്. അവിടെ ഒരു മീനിങ് വരുന്നുണ്ട്. എന്താണ്? The music had already started when the curtains raised. കണ്ടോ? ഓൾറെഡി നേരത്തെ തുടങ്ങി കഴിഞ്ഞിരുന്നു. കർട്ടൻസ് റേസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ മ്യൂസിക് സ്റ്റാർട്ട് ആയിരുന്നു എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഓൾറെഡി എന്നൊരു വേർഡ്, ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ സിഗ്നൽ വേർഡ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഓൾറെഡി, ബിഫോർ, ആഫ്റ്റർ, വൺസ് അല്ലെങ്കിൽ അപ് ടു ദെൻ, ഇത്തരം വേർഡ്സ് ഒക്കെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സിഗ്നൽ വേർഡ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ എന്താണ് സിമ്പിൾ പാസ്റ്റിൽ വരുന്നത്? സി അനദർ എക്സാമ്പിൾ. She flew to London yesterday. First she checked in, then she went to the gate. She flew to London yesterday. അവൾ ഇന്നലെ ലണ്ടനിൽ പോയി, ലണ്ടനിൽ പറന്നു, ലണ്ടനിൽ പോയി. First she checked in. First she checked in, then she went to the gate. Then she went to the gate. First she checked in. അപ്പോൾ ചെക്ക് ഇൻ ചെയ്തു. അവിടെ ഫസ്റ്റ് എന്നൊരു വേർഡ് വന്നിരിക്കുന്നു. Then she went to the gate. Then she went to the gate. അപ്പൊ ഇതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ കാണാറുള്ള സിഗ്നൽ വേർഡ്സ്. അപ്പൊ മറ്റേതിന്റെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ഓൾറെഡി, ബിഫോർ പോലെയുള്ള വേർഡ്സ് വരും. നമ്മുടെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഫസ്റ്റ്, ദെൻ പോലെയുള്ള വേർഡ്സ് വെൻ വി എക്സ്പ്രസ് സീക്വൻഷ്യൽ ആക്ഷൻസ്. ഒന്നിനു പുറകെ ഒന്നായി നടന്ന കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയാണ് ഒരു പാസേജ് എടുക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഫസ്റ്റ്, ദെൻ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇതാണ് ഇവർ തമ്മിലുള്ള ഒരു ചെറിയ ഡിഫറൻസ്. Now let's see another situation where past perfect tense is used. Okay, ഇവിടെ 2 എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. If you had told me about the meeting, I would have come. ഈ സെന്റൻസിൽ if യൂസ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്. If you had, പറഞ്ഞിരുന്നുവെങ്കിൽ. പക്ഷെ സംഭവിച്ചോ? ഇല്ല. ആ സെന്റൻസിന്റെ മീനിങ് എന്താണ്? If you had told me about the meeting, I would have come. നീ എന്നോട് മീറ്റിംഗിന്റെ കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വന്നേനെ. പക്ഷെ സംഭവിച്ചോ? സംഭവിച്ചില്ല. അതാണ് if you want to express about some action that did not happen in the past, അപ്പോഴും നമുക്ക് past perfect tense നെ യൂസ് ചെയ്യാം. സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയാനും
അൺറിയൽ ആയിട്ടുള്ള ഇവന്റ്സിനെ കുറിച്ച് പറയാനായിട്ടൊക്കെ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. അനദർ എക്സാമ്പിൾ, ഐ വിഷ് യു ഹാഡ് ടോൾഡ് മീ ദ ട്രൂത്ത്. ഐ വിഷ്, ഞാൻ വിഷ് ചെയ്യുവാണ്, നീ എന്നോട് സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ. ഞാൻ വിഷ് ചെയ്യുകയാണ്. അപ്പം അതൊരു വിഷാണ്, ഒരു അൺറിയൽ ആയിട്ടുള്ള നടന്നൊരു കാര്യമോ അല്ലെങ്കിൽ പോസിബിലിറ്റി ഉള്ളൊരു കാര്യം അങ്ങനെയല്ല, നടന്നിട്ടില്ലാത്ത അൺറിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അപ്പൊ അൺറിയൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ പാസ്റ്റ് നടന്നിട്ടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറയാനും നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ്. എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷന്റെ കൂടെ രണ്ട് ആക്ഷൻസ് കംപ്ലീറ്റഡ്, ഫസ്റ്റ് കംപ്ലീറ്റഡിന്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, സെക്കൻഡ് കംപ്ലീറ്റഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. Hope this is useful to you. See you soon. Bye.